ഇത്രയും കാണുന്ന ഒറ്റ തടിയാണ്. അതെ അതെ, മരത്തിന്റെ ചൂടാ, തേക്കിന്റെ ചൂടാണ്, ഒറ്റ തടിയായത്. സിംഹയോനി ആയിരിക്കണം ശംഖ്. ആ കണക്കിൽ ഞാൻ ഇത് ചെയ്തിരിക്കും. ഈ അവയവങ്ങൾക്കെല്ലാം കണക്കുള്ളതാണ്. ഇത് സിംഹം, ഇത് സിംഹം, ഇത് പുലി, അല്ലെങ്കിൽ നീരാളി എന്ന് പറയും. അത് മാക്രിയെ പിടിക്കുന്നു. ചക്ഷുശ്രവണ ഗളസ്തമാം ദർദുരം ഭക്ഷണത്തിന് ഇരക്കുന്നത് പോലെ കാലാഹിന ഭോഗങ്ങൾ തെളിഞ്ഞു. ഈ ശാസ്ത്രം ഉൾക്കൊള്ളിച്ചാണ് ഇത് കൊത്തുപള്ളി. ഇതിൻ്റെ പീഠമാണ്. ഇത് ആവണിപ്പലയാണ്. പൂജാരിമാർ ക്ഷേത്രങ്ങളിൽ ഇരുന്ന് പൂജ ചെയ്യാൻ അവർക്ക് പീഠമാണിത്. മനസ്സിലായോ? ഉണ്ട്, കണക്കുണ്ട്. അതെ അതെ, കൂർമ്മമാണ്. കൂർമ്മമാണ് ഇവരുടെ പീഠം. വേദങ്ങൾ ചൊല്ലുന്നതല്ലേ, ആ പീഠത്തിലിരിക്കുമ്പോൾ അതിൻ്റെ ഒരു അടിസ്ഥാനം ഉണ്ടായിരിക്കണം. അത് കൂർമാവതാരമാണ്. ഇത് ജലകന്യക, ഇത് ജലത്തിലുള്ള ജീവിയാണ്. മനസ്സിലായോ? ഇതും കൂർമാകൃതിയാണ്. ഇതും ക്ഷേത്രത്തിൽ ഇപ്പോൾ ഭദ്രകാളി ക്ഷേത്രത്തിൽ ഉപയോഗിക്കുന്ന സാധനമാണിത്. ഹംസം വിശ്വകർമ്മദേവൻ്റെ വാഹനമാണ്. ഇതിനൊരർത്ഥമുണ്ട്. ഹംസം എന്ന് പറയുന്നത് ക്ഷീരവും പാലും കൂടെ ഒരു പാത്രത്തിലാക്കി ഇതിൻ്റെ മുന്നിൽ വെച്ച് കൊടുത്താൽ എത്ര കണ്ട് ക്ഷീരം ഒഴിച്ചിട്ടുണ്ടോ അതത്രയും കുടിച്ചിട്ട് നാം ഒഴിച്ച വെള്ളം മിച്ചം ആ പാത്രത്തിൽ കാണും. ഇതിൻ്റെ ശരീരഘടന അതാണ് എന്ന് പറയുന്ന പോലെയാണ് വിശ്വകർമ്മദേവൻ്റെ അവതാരം. ഞങ്ങളുടെ പ്രാഥമികമായ കാര്യം ഇതാണ്. അതെ, വിളക്ക് വെക്കുക. പറഞ്ഞിട്ട് ഞാൻ 17ാമത്തെ വയസ്സിൽ തുടങ്ങിയതാണ്. എൻ്റെ പാരമ്പര്യമായ തൊഴിലാണ്. ആ തൊഴിൽ ഈ ശില്പം ഇത് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇത്ര വർഷമെന്ന് പറയാൻ പറ്റത്തില്ല. ഉണ്ട്. അത് ഇവിടെ അല്ല, ഇപ്പോൾ ഞാൻ ഓരോരുത്തർക്കും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ സ്കൂളിനും തന്നെ കൊടുത്തിട്ടുണ്ട്, കളർകോട് മഹാദേവ ക്ഷേത്രത്തിനും കൊടുത്തിട്ടുണ്ട്. അവിടെയും ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ ഇരിക്കുന്നതല്ലേ നമുക്കിപ്പോൾ ഫോട്ടോ എടുക്കാനൊക്കെ ഉള്ളൂ. കൊണ്ടുപോയവരുടെ അടുത്ത് ഒക്കെ ചെയ്യാം. അങ്ങപ്പുറത്തെ വീട് ഒക്കെ ഞാൻ ചെയ്യുന്നതാണ്. അതിലും കുത്തുപണിയൊക്കെ ഉണ്ട്. അവർ കട്ടളയനൽ കൂട്ടുക മാത്രമല്ല എൻ്റെ തൊഴിൽ. സ്ഥാനം കാണുക, അതിൻ്റേതായ വാസ്തു നോക്കുക, ആ കണക്കുണ്ടാക്കുക, ആ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തിട്ട് അവർക്ക് ഓരോരുത്തർക്കും ഞാൻ കുത്തിക്കൂട്ടിയ സങ്കടം ഓർക്കും ഉയരിയല്ലാതെ അതപ്പതിച്ചിട്ടില്ല. അതുകൊണ്ട് അച്ഛൻ സങ്കടപ്പെടണ്ടല്ലോ, സന്തോഷിക്കല്ലേ വേണ്ടത്. 10ഉം 11ഉം മംഗല്യങ്ങൾ നടന്ന വീടുകൾ ഇവിടെ ഉണ്ട്. 10ഉം 11ഉം മംഗല്യങ്ങൾ നടന്ന വീടുകൾ ഇവിടെ ഉണ്ട്. അത് ഇവരറിയുന്നില്ല. കൈമാറി അങ്ങ് പോകും. വരുന്നവരറിയുന്നോ ഇതിൻ്റെ പ്രാധാന്യം എന്താണെന്ന്? ഇപ്പോൾ കിണർ മൂടുക, മറ്റു കാര്യങ്ങൾ ചെയ്യുക, ഈ ദിക്കിയോനിപ്പെടുത്തി വെച്ചിരിക്കുന്ന വരയ്ക്ക് വരുന്നവരുടെ സൗകര്യത്തിന് ദിക്കി മാറ്റി തിരിച്ചു വെക്കുക. തിരികല്ലല്ല ഇത്. അതിൻ്റെ നാശനങ്ങളും ആ തിരികല്ല് ഉണ്ടെങ്കിൽ, തിരികല്ലാക്കി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നാശങ്ങളും അവിടെ ഉണ്ടായിരുന്നു. ദക്ഷിണയോനി, കാകയോനി, സിംഹയോനി പരമുത്തരാനനം, ഇങ്ങനെ വേദശാസ്ത്രങ്ങളിൽ പറയപ്പെടുന്ന വാസ്തുശാസ്ത്രത്തെ ഉൾക്കൊള്ളിച്ചാണ് ഞാനീ പറയുന്നത്. ഓരോരുത്തർക്കും വെച്ചിരിക്കുന്നത്. അവിടെ മംഗല്യമേ നടക്കും. മരണം നടക്കാൻ അപൂർവമാണ്. എന്നാൽ മരണം വേണം, അത് നടക്കും. ഞാൻ എങ്ങും പ്രത്യേകമായി പഠിച്ചിട്ടില്ല. ഞാൻ സ്ഥപതി എന്ന് പറയുന്ന കൊച്ചുനാരായണ സ്ഥപതിയുടെ പാരമ്പര്യം ഞാൻ വെച്ച് പുലർത്തുകയാണ്. മനസ്സിലായോ? ആ തരത്തിൽ എൻ്റെ മനസ്സിൽ തോന്നുന്നതാണ് ഞാൻ കൊച്ചു വച്ചിരിക്കുന്നത്. ആരും പഠിപ്പിച്ചിട്ടുള്ളതല്ല.
ഈ ശംഖൊക്കെ ഒരു കണക്കുണ്ട്, കണക്കുണ്ട്. കണക്കുണ്ട്. സിംഹയോനിയായിരിക്കണം ശംഖ്. ആ കണക്കിൽ ഞാനിത് ചെയ്തിരിക്കും. ഈ അവയവങ്ങൾക്കെല്ലാം കണക്കുള്ളതാണ്. സിംഹത്തിനായാലും എല്ലാത്തിനും കണക്കുള്ളതാണ്. അതിൻ്റെ രൂപരേഖ നമ്മുടെ മനസ്സിൽ വരും. അതനുസരിച്ചിട്ട് കൈകാര്യം ചെയ്യും. അത് എപ്പോഴും ചെയ്യാൻ പറ്റില്ല. മനസ്സ് വരുമ്പോൾ ചിലപ്പോൾ ശാരീരികമായ അവസ്ഥ മോശമായിരിക്കും, അന്നേരം ചെയ്യാനൊക്കുകയില്ല. മനസ്സും ശരീരവും കൂടെ ഒന്നിച്ച് വരുന്ന സമയത്തെ ഇത് ചെയ്യാനൊക്കുകയുള്ളൂ. ഇതൊക്കെ എത്ര നാളെടുത്തിട്ടാ ചെയ്യുന്നത് ഇത് ഓരോന്നും? ഇതിപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു 10-15 കൊല്ലമായിട്ട്. ഇത് ഒറ്റത്തടിയായി. ആ തേക്ക് ഞാൻ കാണിച്ചു തരാം, ഓരോന്നും എടുത്ത് കാണിച്ചു തരാം. ഒറ്റത്തടിയായത്. എല്ലാം ഒറ്റത്തടിയിലാണോ തീർത്തിട്ടുള്ളത്? അല്ല, ഇതെല്ലാം വേറെ വേറെ, ഇതെല്ലാം വേറെ വേറെ, ഇതെല്ലാം വേറെ വേറെ. ഈ ഇരിക്കുന്ന ഇത് കാണും, ഇതൊക്കെ ഒറ്റത്തടിയാണോ? ഇത് ഒറ്റത്തടിയാ, അതിൻ്റെ ഒന്നുമില്ല. ഇതെല്ലാം ഒറ്റത്തടിയാ. എന്ത് തടിയാ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്? പ്ലാവ്. ഇത് തേക്കാണ്. ഇത് തേക്കാ. ഇത് സിംഹം. ഇത് പുലി. ഇത് കേഴ. മാനിന്റെ വർഗത്തിൽ കൊമ്പില്ലാത്ത പെണ്ണ്, മനസ്സിലായോ? ഇത് ആന. ജലജീവി, നീരാളി എന്ന് പറയും. അത് മാക്രിയെ പിടിക്കുന്നു. ചക്ഷുശ്രവണ ഗളസ്തമാം ദർദുരം ഭക്ഷണത്തിന് ഇരക്കുന്നത് പോലെ കാലാഹിന ഭോഗങ്ങൾ തേടുന്നു. ഈ ശാസ്ത്രം ഉൾക്കൊള്ളിച്ചാണ് ഇത് കൊത്തുപള്ളി ചെയ്തിരിക്കുന്നത്. ഇത് കീരി. ഇത് പാമ്പ്. അതും പ്രകൃതിയുടെ വിഭവമാണ്. ഇത് അതനുസരിച്ച് ഇത് ചെയ്തിരിക്കുന്നത്. ഇത് ആട്. ഇത് കൊറ്റി. അതെന്താ? ഇത് കൊറ്റി. ഇത് ആട്. എന്നുപോലെ ആണെന്ന് ഈ പറയുന്നത്. നീരാളി പാമ്പിനെ പിടിക്കുന്നു. ആ ചക്ഷുശ്രവണം, കേൾക്കുന്നതും കാണുന്നതും ഒരേ അവയവം കൊണ്ടുള്ള ജീവി എന്നർത്ഥം. അതിൻ്റെ ഗളത്തിൽ ഒടുങ്ങിയിരിക്കുന്ന ജീവിയെ പിടിക്കുന്ന. അപ്പോഴും ഈ ജീവി നാക്ക് നീട്ടി വരുന്ന കൃമിയെ നാക്ക് നീട്ടി പിടിച്ചുകൊണ്ടിരിക്കുക. ഇവൻ്റെയും ഈ ജീവിയുടെയും അവസാനം ആണെന്ന് അതറിയുന്നില്ല. അങ്ങനെയാണ് ഇതിൻ്റെ ഓരോ കാര്യങ്ങളും പറയുന്നത്. അല്ലാതെ ചുമ്മാതെ കൊത്തിവെച്ചിരിക്കും അല്ല. ശാസ്ത്രത്തിലൊക്കെ നല്ല അറിവാണ്. അതെ, ശാസ്ത്രമെല്ലാം പഠിച്ചതാണ്. അത് പഠിച്ചു എന്ന് പറഞ്ഞത് എങ്ങനെയാണ്? ശാസ്ത്രം പഠിച്ചെന്ന് പറഞ്ഞ വിദ്യാഭ്യാസം എവിടെയായിരുന്നു? എൻ്റെ വീട്ടിൽ ഞാൻ ആശാനെ വിളിച്ചിരുത്തി പണിക്ക് പോകും. പണിയും കഴിഞ്ഞ് വന്നു വരുമ്പോൾ ആശാനുമായിട്ടിരുന്ന് ശാസ്ത്രം പഠിക്കും. തച്ചുശാസ്ത്രം പഠിക്കുന്ന അന്ന് സംസ്കൃതത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. ഇതിൻ്റെ പീഠമാണ്. ഇത് ആവണിപ്പലയാണ്. പൂജാരിമാർ ക്ഷേത്രങ്ങളിൽ ഇരുന്ന് പൂജ ചെയ്യാൻ അവർക്ക് പീഠമാണിത്. മനസ്സിലായോ? ഇതിന് കണക്കൊക്കെ ഉണ്ട്. കണക്കുണ്ട്. മെഷീൻ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ ഈ മഴിച്ചിത്രം ദൂരക്കാഴ്ച, മഴിച്ചിത്രമാണ്. കൊത്തി പൊളിച്ചുണ്ടാക്കുന്ന ദൂരക്കാഴ്ചയ്ക്ക് അത് പറ്റൂ, അടുത്ത കാഴ്ചയ്ക്ക് അത് കൊള്ളുകയില്ല. ഈ മെഷീൻ കൊണ്ടുണ്ടാക്കുന്നതെല്ലാം അടുത്ത് നിന്ന് നോക്കണം, അന്നേരേ അറിയത്തുള്ളൂ. അതിൻ്റെ കണ്ണിന് കാഴ്ചയുണ്ടെങ്കിൽ അതിൻ്റെ വൈദഗ്ധ്യം എന്തെന്ന് തെളിയിക്കുന്നത് മെഷീനെ കൊണ്ട് പറ്റില്ല. ഒരു കാരണവശാലും കൈക്ക് തന്നെ അത് ചെയ്യണം. നമ്മൾ ഒരു കുട്ടി കരയുന്നു, ഒരു തുള്ളി കണ്ണുനീര് ആ കുട്ടിയുടെ കവിളിൽ കൂടെ ഒഴുകി വരിക. ഒരു വരയും വരച്ച് ഒരു വട്ടവും വെച്ചാൽ കണ്ണുനീരിൻ്റെ ഭാവന ഉണ്ടാക്കാം. പക്ഷേ യഥാർത്ഥ ആന്തരികമായ കണ്ണുനീരിൻ്റെ ഭാവം അതിലുണ്ടാകില്ല.